ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടാണ്. അപ്പോൾ ഇന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു ആട്ടപ്പൊടിയുടെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ പാക്കറ്റ് പൊടിയൊക്കെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുത്തതിന് ശേഷം ആ ഒരു പരത്തുന്ന സമയമൊക്കെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ താഴെ വീണ് പോവാറുണ്ട്. എന്നിട്ട് ഒത്തിരി പൊടി നമുക്ക് വേസ്റ്റായിട്ട് പോവാറുമുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ളൊരു ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി പോയി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിത് കത്തിയൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ നെക്ക് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്ക് പോർഷൻ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം ആ ആട്ടപ്പൊടിയുടെ പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷൻ ആ ആട്ടപ്പൊടിയുടെ പാക്കറ്റിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്കിത് സേഫായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഈ ഒരു ലിഡിൻ്റെ നെക്ക് പോർഷൻ ഉണ്ടല്ലോ, അതുവരെ മാത്രമേ നമ്മളിതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് ആ ഒരു ബാലൻസ് വരുന്ന കവറിൻ്റെ ഭാഗം നന്നായിട്ട് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ തിരിച്ചാണ് മടക്കിയിട്ടുള്ളത്. ഇനി ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2-3 റൗണ്ടായിട്ടാണ് ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ഞാനൊരു റബ്ബറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, താഴെ വീണ് കഴിഞ്ഞാൽ ഒട്ടും പൊടി നമുക്ക് വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് ബാലൻസ് ആയിട്ട് ഇങ്ങനെ ആ ഒരു കവറിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബാലൻസ് വന്ന പോർഷൻ ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു ഭാഗം നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു റബ്ബർ കൂടി ഞാനിതെല്ലാം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ വലിച്ചെറിയുന്ന ഒരു ബോട്ടിലും 1-2 റബ്ബർ ബാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ കണ്ട ഞാൻ 2 റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സേഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒട്ടും വേസ്റ്റ് ആകാതെ എടുക്കാനും പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ലിഡൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതാ നമ്മളിതുപോലെ കുടഞ്ഞു കൊടുക്കുമ്പോൾ ഒട്ടും പുറത്തേക്ക് പോവാതെ നമുക്ക് പൊടിയെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഒട്ടും പൊടി പുറത്ത് പോകാതെ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് ലിഡൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. ഇത് കിച്ചണിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. വറ്റൽമുളകൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് അധികം വൈകാതെ തന്നെ അതിനുള്ളിൽ ഒരു പുക പോലെ വന്നിട്ട് മുളകൊക്കെ കേട് വരാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു 3-4 മാസമായിട്ട് കീപ്പ് ചെയ്ത് വരുന്ന വറ്റൽമുളകാണ്. ഞാനപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. ഞാനിതിലൊരു കുഞ്ഞ് സൂത്രപ്പണി ചെയ്തതിന് ശേഷമാണ് കീപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. 3.5 മാസത്തിലേറെ ആയിട്ടോ ഞാൻ ഈ ഒരു മുളക് കീപ്പ് ചെയ്തിട്ട്. അപ്പോൾ അത് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ. ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒട്ടും ഒരു സ്മെല്ലായിക്കോട്ടെ അതിൻ്റെ ഒരു ഉള്ളിലായിക്കോട്ടെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഞാനിതെങ്ങനെയാണ് കീപ്പ് ചെയ്തിരുന്നതെന്നും ഇനിയും ഒരുപാട് കാലം ഈ മുളക് തന്നെ കേടുകൂടാതെ കീപ്പ് ചെയ്യാനും പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. വറ്റൽമുളക് വാങ്ങിയ ഉടനെ അതിൽ നിന്ന് കേട് വന്നിട്ടുള്ളതെല്ലാം മാറ്റിയിട്ട് പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞിട്ടാണ് ഞാനിത് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോവാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോവാനോ ഒന്നും പാടില്ല. ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ മുളക് തന്നെ കുറച്ചുകൂടി കാലം നമുക്ക് കേടുകൂടാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിത് ആദ്യം ചൂടാക്കി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇനിയും ഇതൊത്തിരി സമയം ചൂടാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ
പാന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തേക്കാണ് കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം പാനിലേക്ക് ഇതുപോലെ മുളകൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് നല്ലപോലെ ഒന്ന് പരത്തി ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ആ മുളകെല്ലാം ഒന്ന് ചൂടായിട്ട് കിട്ടണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കൂടി മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ വറ്റൽമുളക് വാങ്ങിയ ഉടനെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഫ്ലെയിം ഓഫ് ചെയ്യരുത്. പാന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. പൊട്ടുന്ന ഒരു രീതിയിൽ അത് ചൂടാക്കി എടുക്കരുത്. മുളകിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനത് വീണ്ടും ഞാൻ ചൂടാക്കി കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ കീപ്പ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ധൈര്യത്തോടു കൂടി പറയുന്നത്. അപ്പം ഞാനിതാ മുളകൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ മുളകിൻ്റെ അരിക്ക് പോലും കളറിനൊരു വ്യത്യാസം പോലും വന്നിട്ടില്ല. ഈ പാത്രത്തിൽ നിന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സെയിം ബോട്ടിലേക്ക് തന്നെ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാൻ. ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലൊക്കെ വെക്കാറുണ്ട്. പിറ്റേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് ചുടുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടാറില്ല. നമുക്ക് പെർഫെക്റ്റ് ദോശ കിട്ടാനുള്ള സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തട്ടിലേക്കാണ് വെള്ളം എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലിയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഉള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അത് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലെ ഒരു തട്ടിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ദോശ ബാറ്ററുള്ള പാത്രം ഇതുപോലെ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ചുട്ടെടുക്കാം. അപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ അതുപോലെ വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങളൊരു 7 മിനിറ്റെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രിഡ്ജിലൊക്കെ ദോശമാവ് കീപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പിലോട്ട് പോകാം. വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അടിയിൽ പിടിക്കില്ല എന്നുള്ള ഒറ്റ കാരണത്താലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം തന്നെയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. പക്ഷെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് നമ്മളെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതുപോലെ കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ടെങ്കിൽ ഒട്ടും ദോഷകരമല്ലാത്ത രീതിയിലും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. അത് ആ ഒരു പാനിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയ ഇല ഞാൻ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന അത്ര വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോൾ മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വാഴയില വെച്ചുകൊണ്ട് തന്നെ ഒട്ടും അടിയിൽ പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ സമയം മതി കേട്ടോ നമുക്കിത് കുക്കായിട്ട് കിട്ടാൻ. മാത്രമല്ല വാഴയിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതുപോലെ കോട്ടിങ്ങൊക്കെ പോയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെക്കാതെ ഇതുപോലെ വാഴയില വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ എണ്ണയും അതുപോലെ തന്നെ കുറഞ്ഞ സമയവും നമ്മളെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. എത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.